നമ്മളാണ് പൊതുവേ തീരുമാനിക്കുന്നത് ഒരാൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുകയോ ഇല്ലേന്ന്. പല ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുന്ന കാണുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ആര് പുറത്ത് തന്നാലും അള്ളാഹ് പുറത്തു തരില്ല. നമ്മൾക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? അള്ളാഹ് പറഞ്ഞു അവനിക്ക് പുറത്തു കൊടുക്കില്ല. ഒരാൾ നമ്മൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റൂല. ഒരാൾ നല്ലതാണോ മോശപ്പെട്ടതാണോ. ഒരാൾ ചിലപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ മോശമായിരിക്കാം, പക്ഷെ അതുകൊണ്ട് അദ്ദേഹം മൊത്തത്തിൽ മോശമാണെന്ന് വരുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രതീക്ഷയുടെ വാതിലുകൾ തുറന്നു കിടക്കുക തന്നെയാണ്, എപ്പോഴും തുറന്നു കിടക്കുകയാണ്. അള്ളാഹു തന്നെ ഖുർആനിലൂടെ പറയുന്നത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹ് സ്വന്തം അടിമകളെ വിളിച്ച് പറയാണ്, ഓ എൻ്റെ അടിമകളെ, സ്വന്തം ശരീരത്തിനോട് അക്രമം കാണിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിരാശ വേണ്ട. എന്നിട്ട് പറയാണ്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദോഷങ്ങളും പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞ് നിർത്തിയില്ല. വീണ്ടും അതിങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ്, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവൻ വളരെയധികം ദോഷം പൊറുക്കുന്നവനും നിങ്ങളോട് വളരെയധികം കാരുണ്യമുള്ളവനുമാണ്. പിന്നെ നമ്മൾക്ക് എങ്ങനെ ഒരാൾ ജഡ്ജ് ചെയ്യാൻ പറ്റും? ചെയ്യുന്ന തെറ്റുകൾ മോശമായിരിക്കാം, പക്ഷെ നമ്മൾ ഒരാൾ ഉപദേശിക്കുമ്പോഴും നമ്മൾ തിരുത്തുമ്പോഴുമെല്ലാം സ്നേഹത്തോടെ ആയിരിക്കണം. കുറ്റപ്പെടുത്തിയിട്ടുള്ള തിരുത്തലുകളോ നമ്മൾ മോശമാണെന്ന് വിചാരിച്ചിട്ടുള്ള തിരുത്തലുകളോ ഒന്നും ആർക്കും ഉപകാരം ചെയ്യില്ല. കൽബിൽ നിന്ന് കൽബിലേക്ക് പോകണം, അതായിരിക്കും കൂടുതൽ ഉപകാരം. നമുക്കൊരാളെ തിരുത്താം, നല്ല നിലയ്ക്ക് തിരുത്താം. അദ്ദേഹം നന്നാകണമെന്ന് ആഗ്രഹത്തോടെ ആയിരിക്കും തിരുത്തേണ്ടത്. അദ്ദേഹത്തെ വഷളാക്കാൻ വേണ്ടിയിട്ട് ഒരു തിരുത്തലുകളും അവനിക്ക് ഉപകാരം ചെയ്യില്ല, നമ്മൾക്കതിൻ്റെ പ്രതിഫലമില്ല. ഇൻഷാ അല്ലാഹ്.